ഹായ് ഓൾ, ഇന്നലെ നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ബിഗിൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 1 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്നലെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. നമ്മൾ ഇന്നലെ അതായത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് അതിനെയൊക്കെ കുറിച്ച് പഠിച്ചു. നെയിം ഓഫ് ദ യൂണിയൻ, അതേപോലെ അഡ്മിഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ് ആൻഡ് ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്. അത് കഴിഞ്ഞിട്ട് ലോ മെയ്ഡ് ഇതിൻ്റെ രണ്ടിനും എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ സെക്കൻഡും തേർഡും ആർട്ടിക്കിളിന് എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ ഫസ്റ്റും ഫോർത്തും ഷെഡ്യൂളിൽ ഒരു മാറ്റം വരുത്തണം എന്നും പഠിച്ചു. അപ്പം നമ്മൾ മെയിനായിട്ട് പഠിച്ചത് നെയിം, അഡ്മിഷൻ, ഫോർമേഷൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ തേർഡ് ആർട്ടിക്കിളിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ പുതിയൊരു സ്റ്റേറ്റ് അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പം സിക്കിമൊക്കെ പോലെ പുറത്തുനിന്നൊരു സ്റ്റേറ്റ് നമ്മൾ പാകിസ്ഥാനിന്നൊരു സ്റ്റേറ്റ് ഇന്ത്യേൻ്റെ ഭാഗമാക്കണമെങ്കിൽ ആർട്ടിക്കിൾ 3 വെച്ച് പറ്റുമോ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു. ഞാനൊരു ക്വസ്റ്റ്യനിൽ കണ്ടു. അത് റോങ് ആണ്. കാരണം അതിന് ആർട്ടിക്കിൾ 2 ആണ് ഉപയോഗിക്കുക, ഫോർമേഷൻ. ഇത് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരു സ്റ്റേറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളറിയാലോ, പുതിയൊരു കുട്ടി അഡ്മിറ്റായി അങ്ങനെ പറയുന്നത്. അപ്പം ഇത്രയാണ് ഇന്നലെ പഠിച്ചത്. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 2 അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യനെ കുറിച്ചിട്ടാണ്. സിറ്റിസൺഷിപ്പ് ആയിട്ട് പറയുകയാണെങ്കിൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 5 to 11 അറിയപ്പെടുന്നത് പാർട്ട് 2 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. നമ്മൾ സിറ്റിസൺഷിപ്പ് കടമെടുത്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയല്ല, യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ സിറ്റിസൺഷിപ്പ് കടമെടുത്തത്. കാരണം UK എന്ന് എഴുതണ്ട, നമുക്ക് ബ്രിട്ടൻ എന്ന് എഴുതാം, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് എഴുതാം. കാരണം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ സിറ്റിസൺഷിപ്പ് കടമെടുത്തത്. ഓക്കെ, അത് തെറ്റിപ്പോകരുത്. കാരണം USA ഡ്യുവൽ സിറ്റിസൺഷിപ്പാണ്. അതായത് നമുക്കിപ്പോൾ ഇന്ത്യൻ്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കേരളത്തിനൊരു സിറ്റിസൺഷിപ്പ് ഉണ്ടാകും, അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ്റെ ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ടാവും. അങ്ങനെയാണ് US ഒരു സിറ്റുവേഷൻ. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഒറ്റൊരു സിറ്റിസൺഷിപ്പേ ഉള്ളൂ, അത് ഇന്ത്യൻ്റെ സിറ്റിസൺഷിപ്പാണ്. അപ്പം ആക്ച്വലി സിറ്റിസൺഷിപ്പ് നമ്മൾ ഡുവൽ സിറ്റിസൺഷിപ്പ് ആക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ബാധിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള 5 ആർട്ടിക്കിളും 1, 2, 3, 4, 5, 6, 7 ആർട്ടിക്കിളും വളരെ സിമ്പിളായിട്ടുള്ള ആർട്ടിക്കിൾസാണ്. നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6. അതിൽ 5ാമത്തെ ആർട്ടിക്കിൾ എന്താ പറയുന്നത്? സിറ്റിസൺഷിപ്പ് അറ്റ് ദ ടൈം ഓഫ് കമ്മൻസ്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുമ്പോൾ കിട്ടുന്ന സിറ്റിസൺഷിപ്പിനെ കുറിച്ചിട്ട്. കമ്മൻസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബിഗിൻ ചെയ്യുന്ന ടൈമത്തെ. ഓക്കെ, 6, 7 എന്താ പറയുന്നത്? സംതിങ് റിലേറ്റഡ് ടു പാകിസ്ഥാൻ മൈഗ്രൻസ്. ഓക്കെ, നമ്മൾ വെറുതെ ചൈന മൈഗ്രൻസ് ഒന്നുമല്ല, അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന മൈഗ്രൻസ് ഒന്നുമല്ല, പാകിസ്ഥാൻ മൈഗ്രൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. രണ്ടും മനസ്സിലാക്കി വയ്ക്കുക. അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. 8ാമത്തേത് പറയുന്നത് NRIകളെ കുറിച്ചിട്ടാണ്, നോൺ റെസിഡൻസ് ഇൻ ഇന്ത്യ, പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആളുകൾ. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ ഒറിജിനായിട്ട് പുറത്ത് താമസിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള, നമുക്ക് അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ നിന്നൊരു ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആളാണ് കമല ഹാരിസ്. അതേപോലെ ഋഷി സുനക്, ഇവരൊക്കെ ഇന്ത്യൻ ഒറിജിനാണ്. അപ്പോൾ അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യണമെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ്. പാരൻസ് ഇന്ത്യയിലായിരുന്ന ആ ഒരു ഇതൊക്കെ. 9th പറയുന്നത് വോളണ്ടറിലി അക്വയറിങ് സിറ്റിസൺഷിപ്പ് ഓഫ് എ ഫോറിൻ സ്റ്റേറ്റ്. അതായത് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരാൾ പുറത്തു പോയിട്ടൊരു സിറ്റിസൺഷിപ്പ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചിട്ടാണ്. 10 പറയുന്നത് കണ്ടിന്യൂൻസ് ഓഫ് റൈറ്റ് ഓഫ് സിറ്റിസൺഷിപ്പാണ്. അതായത് നമുക്ക് എന്തെങ്കിലും സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ അത് തുടർന്ന് പോകുന്നതിനെ കുറിച്ചിട്ട്. 11 പറയുന്നത് പാർലമെൻറ്റിൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ചിട്ട് എന്ത് ലോ എനാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇതിങ്ങനെ വെറുതെ പറഞ്ഞു പോയാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കുറച്ചും കൂടി ട്രിക്കും കാര്യങ്ങളൊക്കെ വെച്ച് പറയാം. അതായത് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഇതിൽ ഈ 11ാമത്തെ ആർട്ടിക്കിളാണ്. അപ്പോൾ അതെന്തായാലും പഠിച്ച് വെക്കണം, നോട്ട് ചെയ്ത് വെക്കണം. 11ാമത്തെ ആർട്ടിക്കിൾ എന്താണ്? പാർലമെൻറ്റിൽ സിറ്റിസൺഷിപ്പിൽ ഉണ്ടാവുന്ന റൈറ്റ്. ഓക്കെ, നമുക്കറിയാം പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലോക്സഭയും രാജ്യസഭയും ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ അതിന് സിറ്റിസൺഷിപ്പിൽ ഉണ്ടാകുന്ന റൈറ്റിനെ കുറിച്ച് പറയുന്ന 11th ആർട്ടിക്കിളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഏറ്റവും ലാസ്റ്റാണ് വരുന്നത്. ഓക്കെ, നമ്മളപ്പോൾ പാർട്ട് 2 ഓഫ് സിറ്റിസൺഷിപ്പിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് പാർലമെൻറ്റ്. നമ്മൾ എന്തുണ്ടെങ്കിലും അവസാനമാണ് പാർലമെൻറ്റിൽ നിയമം പാസ്സായി വരുന്ന ആ ഒരു ഘട്ടം വരിക. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി, ഏറ്റവും അവസാനം വരുന്നത് പാർലമെൻറ്റാണ്. ഓക്കെ, അത് മാറ്റി വെച്ചിട്ട് ബാക്കി പഠിക്കുകയാണെങ്കിൽ 5ാമത്തത് തുടക്കത്തിൽ സിറ്റിസൺഷിപ്പ് അറ്റ് ദി കമ്മൻസ്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. തുടക്കത്തിലുള്ള ആർട്ടിക്കിൾ ആയതുകൊണ്ട് തുടക്കത്തിൽ കിട്ടുന്ന കാര്യം പറയുന്നത്.
അത് കഴിഞ്ഞ് 6ഉം 7ഉം, ഈ 6ഉം 7ഉം നമുക്ക് രണ്ടും പാകിസ്ഥാൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു മേഖല ഏതാണ്? നമുക്കറിയാം, നമ്മളും പാകിസ്ഥാനും ഇൻഡൾജ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് സ്പോർട്സിലാണ്. അപ്പോൾ ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ക്രിക്കറ്റാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരിക. അപ്പോൾ ക്രിക്കറ്റായിട്ട് റിലേറ്റ് ആയിട്ട് നമുക്കറിയാം 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റിൽ 6 അടിക്കാറില്ലേ, ആ ഒരു 6 ഓർത്താൽ മതി. അപ്പം ആർട്ടിക്കിൾ 6 എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിക്കറ്റിൽ അടിക്കുന്ന 6 മാത്രം ഓർത്താൽ മതി. അതും അതിനോട് ഒന്ന് കൂട്ടിയുള്ള 7ഉം. ഓക്കെ, ധോണിൻ്റെ 7ഉം. ഓക്കെ, അപ്പം ഇത് രണ്ടുമാണ് പാകിസ്ഥാനായിട്ട് റിലേറ്റഡ് ആയിട്ട് വരിക. അപ്പം ഫസ്റ്റ് ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചു, അതിന് ആവശ്യമില്ല. സെക്കൻഡ് ആർട്ടിക്കിളും 6th ഉം 7th അല്ല 5th ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചു, അതിന് ആവശ്യമില്ല. 6th ഉം 7th ആർട്ടിക്കിൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഈ 6th ആർട്ടിക്കിൾ എന്താ പറയുന്നത്? റൈറ്റ് ഓഫ് എ സിറ്റിസൺഷിപ്പ് ഓഫ് സർട്ടൻ പേഴ്സൺസ് ഹു ഹാവ് മൈഗ്രേറ്റഡ് ടു ഇന്ത്യ ഫ്രം പാകിസ്ഥാൻ. ഓക്കെ, അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ, ഇവിടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ പാകിസ്ഥാനിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയാൽ അവരുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 6. ഓക്കെ, ഇനി 7th എന്താ പറയുന്നത്? 7th റൈറ്റ് ഓഫ് സിറ്റിസൺ സർട്ടൻ മൈഗ്രൻറ്റ്സ് ടു പാകിസ്ഥാൻ, റൈറ്റ് ഓഫ് സിറ്റിസൺ സർട്ടൻ പേഴ്സൺ ഹു ഹാവ് മൈഗ്രേറ്റഡ് ടു ഇന്ത്യ ഫ്രം പാകിസ്ഥാൻ. ഓക്കെ, അല്ല, 6ാമത്തതിനെ കുറിച്ച് പറയുന്നത് 6th ആർട്ടിക്കിൾ പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഒരാളെ കുറിച്ചിട്ടാണ്. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ് പറയുന്നത് 6th ആർട്ടിക്കിൾ. ഇനി 7th ആർട്ടിക്കിൾ എന്താ പറയുന്നത്? ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയ ഒരാളെ കുറിച്ചിട്ടാണ് 7th പറയുന്നത്. ഓക്കെ, ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ MS ധോണി മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ധോണി പാകിസ്ഥാനിൽ പോയിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം നമ്മൾ 7 എപ്പോഴും ധോണിയായിട്ട് അസോസിയേറ്റ് ചെയ്യണം. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 7th ആർട്ടിക്കിൾ ഇന്ത്യയിൽ നിന്നും ധോണി പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. അതാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന ഒരു കേസ് പറയുന്നത്. അപ്പം അത് പറയുന്ന ആർട്ടിക്കിളാണ് 7th. ഇനി ഇതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കണമെന്നില്ല. 6ഉം 7ഉം ക്വസ്റ്റ്യനൊക്കെ അങ്ങനെയൊക്കെ വരുള്ളൂ. 6ഉം 7ഉം എന്താ? പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയാണ്. ഒന്ന് ഫസ്റ്റ് എന്താ? പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്ക് വരിക, പിന്നെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോവുക, ധോണി. അങ്ങനെ ഓർത്താൽ മതി. 7 ഓർത്താൽ പിന്നെ 6ഉം കിട്ടും. അതായത് നമുക്കറിയാം, ഇന്ത്യയിൽ ജനിച്ച ഒരാൾ അതായത് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും ഒരു ടെറിട്ടറി ആയിരുന്നു. അപ്പം എന്താ, അതിന് മുമ്പേ പലവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിട്ടുണ്ടാകും. ഇപ്പം നമ്മളിപ്പം ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, വേറൊരു തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ സെറ്റിലായിപ്പോയി. ഒരു സമയത്ത് തമിഴ്നാട് വേറൊരു ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പിന്നെ ഇന്ത്യക്കാരല്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഈ ആർട്ടിക്കിളിൻ്റെ ഒരു പ്രസക്തി വരുന്നത്. അങ്ങനെ പോയ ആൾക്കാരെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ 6th ഉം 7th ആർട്ടിക്കിളിനെ കുറിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് പറയുന്നത്. ഓക്കെ, ഇനി 8th ആർട്ടിക്കിൾ എന്താ പറയുന്നത്? NRIകളെ കുറിച്ചിട്ടാണ്. NRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യയിൽ താമസിക്കാത്ത ഫോറിൻ റെസിഡൻസിനെ കുറിച്ചിട്ട്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുമ്പം 5, 6, 7 3 പഠിച്ചു. ഈ 6, 7 കുറേ ഡേറ്റ് പറയുന്നുണ്ട്. അതായത് ഈ ഡേറ്റിൻ്റെ മുമ്പേ അവിടെ പോയി ഇവിടെ വന്നവർ, അതൊക്കെ വളരെ നമ്മൾ പഠിക്കുകയെന്ന് വെച്ചാൽ വളരെ ഡീപ്പും കൺഫ്യൂസിങ്ങും. അപ്പോൾ അത് അത്ര ഡീപ്പായിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. പാകിസ്ഥാനിലേക്ക് പോയ ആൾക്കാരെക്കുറിച്ച് പറയുന്നത് 7ഉം ഇന്ത്യയിലേക്ക് വരേണ്ട ആൾക്കാരെക്കുറിച്ച് പറയുന്നത് 6ഉം. ഓക്കെ, അതായത് ഇന്ത്യക്കാരെ അറിയാതെ പണ്ട് പാകിസ്ഥാനിൽ പോയി സെറ്റിലായിട്ട് പിന്നെ ഇന്ത്യയിലേക്ക് വന്നിട്ട് സിറ്റിസൺഷിപ്പ് വേണമെന്ന് ആഗ്രഹമുള്ളവർ. പിന്നെ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NRIകളെ കുറിച്ചിട്ട്. ഇനി 9ഉം 10ഉം എന്താ പറയുക, പുറത്തത്തെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇവിടെ ഉള്ളത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെയും കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഇതും ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. 9, 10 അത് ആ ഓർഡറിൽ തന്നെയാണ് വരുന്നത്. പുറത്തത്തെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുക, നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. ഇന്ത്യയിലുള്ള ഒരാൾ കുറേ ഇന്ത്യയിൽ നിന്ന് മടുത്ത് ഫോറിനിൽ പോയി താമസിച്ചു. ഫോർ എക്സാമ്പിൾ
UK പോയി താമസിച്ചു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടിയെന്ന് വിചാരിക്കുക. പക്ഷെ അവിടെ താമസിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ നാട് മടുത്ത് നാട്ടിലേക്ക് തന്നെ തിരിച്ച് വരാൻ തോന്നി. അങ്ങനെയുള്ള സ്വതവേ ഒരു ഇതുണ്ടാവുക, പാറ്റേൺ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ ആലോചിച്ചാൽ മതി. അപ്പോൾ 9 ഫസ്റ്റ് വന്നു, ഒരാൾ പുറത്തേക്ക് പോയിട്ട് അവിടെ താമസിച്ച് അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടി. അപ്പോൾ അവിടുത്തെ സിറ്റിസൺഷിപ്പ് പോയി, അതാണ് 9. പിന്നെ 10 എന്താ, അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും തിരിച്ചു വന്നു. അപ്പം നമ്മളിപ്പോൾ എല്ലാ ആർട്ടിക്കിൾസും കാണാതെ പഠിച്ചു. ജസ്റ്റ് ഒന്ന് റഫായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ, 5, 6, 7, 8, 9, 10, 11. 5 എന്താ, ഫസ്റ്റ് ആർട്ടിക്കിളാണ് പാർട്ട് 2. അപ്പോൾ എന്താ, സ്റ്റാർട്ട് ചെയ്യുന്ന ആർട്ടിക്കിളാണ് കമ്മൻസ്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ടൈമിൽ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. 6 കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്, ക്രിക്കറ്റിൽ നമുക്ക് എന്താ കിട്ടുക, 6 അടിക്കുക. അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ട ഏത് രാജ്യമാണ്, പാകിസ്ഥാൻ ആണ്. 7 പാകിസ്ഥാനാണ്. ധോണീനെ കുറിച്ച് ആലോചിക്കുക. അപ്പോൾ ധോണി എന്താ ചെയ്തത്, പാകിസ്ഥാനിലേക്ക് പോവുക ചെയ്തത്. അപ്പം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ ആൾക്കാരെ സിറ്റിസൺഷിപ്പിനെ കുറിച്ചിട്ട്, അവർക്ക് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ. പിന്നെ പാകിസ്ഥാനിൽ ഓൾറെഡി പോയിട്ട് അവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാരെ കുറിച്ചിട്ട്. ഓക്കെ, 8ാമത്തെ ആർട്ടിക്കിൾ എന്താ പറയുന്നത്, 6, 7, 8. പാകിസ്ഥാൻ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഏത് രാജ്യമാണ് വരുന്നത്, ഫോറിൻ കൺട്രീസ്, അതാണ് NRIകളെ കുറിച്ചിട്ട്. പിന്നെ 9ഉം 10ഉം എന്താ പറയുന്നത്, ഈ NRI ആയ ആൾക്കാരെന്താ സംഭവിക്കുക, അവരാദ്യം ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ താമസിച്ച് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കും. അപ്പോൾ നമ്മുടെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചിട്ട്, അതായത് പുറത്തേക്ക് പോയ ആൾക്കാരുടെ നമ്മളെ അവിടെ സിറ്റിസൺഷിപ്പ് എടുത്ത് UKത്തെ സിറ്റിസൺഷിപ്പ് എടുത്ത് ഇവിടുത്തെ വോളണ്ടറി റിമൂവ് ചെയ്യുന്ന ആൾക്കാരെ. 10ാമത്തെ ആർട്ടിക്കിൾ എന്താ പറയുന്നത്, തിരിച്ച് നാട്ടിലേക്ക് വരണം എന്നുള്ള ആൾക്കാർ, അതായത് കണ്ടിന്യൂവൻസ് ഓഫ് സിറ്റിസൺഷിപ്പ്. നമ്മളുടെ നഷ്ടപ്പെട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് അതൊരു കഥ പോലെയായിട്ട് ഓർത്ത് വയ്ക്കാനാണ്. 11 എന്താണ്, ഏറ്റവും അവസാനം നമ്മൾ ആരുടെ അടുത്താണ് പോകുന്നത്, പാർലമെൻറ്റിൻ്റെ അടുത്ത്. അപ്പം 11ാമത്തേത് പാർലമെൻറ്റിൻ്റെ. അപ്പോൾ ഇതാണ് മൊത്തം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞ പാർട്ട് മൊത്തം ഈ ഒരു രീതിയിൽ പഠിച്ചെടുത്താൽ നമ്മൾ ഒരിക്കലും മറന്നു പോവില്ല. ഓക്കെ, അപ്പം ഇനി നമ്മൾ നോക്കാനുള്ളത് സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 ആണ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് നടന്ന വർഷം 1955 ആണെന്ന് ഇതിൽ കാണുന്ന പലവർക്കും അറിയുന്നുണ്ടാകും. അറിയില്ലെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. 1956 ആയി പോവരുത്, 54 ആയി പോവരുത്, 1955 തന്നെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് എത്ര രീതിയിൽ അക്വയർ ചെയ്യാം എന്നുള്ളതും എത്ര രീതിയിൽ നഷ്ടപ്പെടാം എന്നുള്ളതും നോക്കണം. അതായത് കിട്ടുക, അക്വയർ ചെയ്യുക, AC. ഇനി നഷ്ടപ്പെടുക, അതായത് നമുക്ക് പോകുക, ഓക്കെ, ലോസ് ചെയ്യുക. ഈ AC ചെയ്യുന്നത്, അക്വയർ ചെയ്യുന്നത് എത്ര രീതിയിലാണ്, 5 രീതിയിലും നഷ്ടപ്പെടുന്നത് 3 രീതിയിലും. ഈ ഒരു ഇത് പഠിച്ച് വെക്കണം, 5 രീതിയിൽ 3 രീതിയിൽ. ഏതൊക്കെ 5 രീതി, നാച്ചുറലൈസേഷൻ, ഡിസെൻറ്റ്, ബർത്ത്, രജിസ്ട്രേഷൻ. ഓക്കെ, ഈ 5 രീതി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചില്ലെങ്കിലും 5 രീതി എന്താണെന്നൊന്ന് പഠിച്ചു വെക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ക്വസ്റ്റ്യൻ വരാറുണ്ട്. മോഡ് ഓഫ് അക്വയറിങ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ തരും. അപ്പം ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ചിട്ടാൽ നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് എഴുതേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് ഓപ്ഷന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ സിമ്പിളാണ്. ഇനി എത്ര രീതിയിലാണ് നമുക്ക് സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുക എന്നുള്ളത് 3 രീതിയിലാണ്. റിനൗൺസിയേഷൻ, ടെർമിനേഷൻ, ഡെപ്രൈവേഷൻ. ഒന്ന് നമ്മൾ തന്നെ ഒഴിവാക്കുക. അപ്പം നമുക്കെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം എത്രയായാലും നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതാണല്ലോ. അപ്പം നാച്ചുറലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, നാച്ചുറലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് നമ്മൾ നാച്ചുറലൈസേഷനായിട്ട് നമുക്ക് കിട്ടുന്നത് അതിൽ കുറേ കണ്ടീഷൻ പറയുന്നുണ്ട്. 8th ഷെഡ്യൂളിൽ ഒരു ലാംഗ്വേജ് അറിയുന്ന ആൾ, 8th ഷെഡ്യൂളിൽ നമുക്കറിയാം 22 ലാംഗ്വേജസ് ഉണ്ട്. ആ ലാംഗ്വേജിലൊന്ന് അറിയുന്ന ആൾ നല്ല, അതായത് ഇതൊക്കെ കിട്ടുന്ന ഓരോ രീതികളാണ്. അപ്പോൾ നാച്ചുറലൈസേഷനിലൂടെ ഒരാൾ വേണം എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ വരികയാണെങ്കിൽ അയാൾക്ക് വേണ്ട കണ്ടീഷൻസിൽ ഏതാ സാറ്റിസ്ഫൈ ആവുക. പിന്നെ അയാൾക്ക് നല്ല ക്യാരക്ടറാണ്, അതൊക്കെ പറയുന്നുണ്ട്. അതായത് മോശമായിട്ടൊരു ഒരു പാസ്റ്റും ഇല്ല, എന്തെങ്കിലും പ്രൊഫിഷ്യൻ്റ് ആണെങ്കിലും. അതേപോലെ പിന്നെ ഇന്ത്യൻസിന് അലൗഡ് അല്ലാത്തൊരു രാജ്യത്തെ സിറ്റിസൺ അല്ലെങ്കിലും, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നാച്ചുറലൈസേഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി.
അടുത്തത് ഡിസെൻ്റ് ആണ്. ഡിസെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും. അതായത് നമ്മളെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന രീതിയിൽ, അതായത് നമ്മൾ ഇവിടെ ഈ ദിവസത്തിന് മുമ്പേ ജനിച്ചവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ പാരൻസ് മുഖേന അങ്ങനെയൊക്കെ പറയുന്നതാണ് ഡീസെൻ്റ്. നാച്ചുറലൈസേഷൻ എന്താ പറയുക, അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ സ്കില്ലുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലിറ്ററേച്ചറിൽ സ്കില്ലുണ്ടെങ്കിൽ, സയൻറ്റിഫിക് സ്കില്ല്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു ഇതിൽ പറയുന്നതാണ്. പിന്നെ ബർത്ത്, ജനിച്ചാൽ. പിന്നെ രജിസ്ട്രേഷൻ, നമ്മളിവിടെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് സിറ്റിസൺഷിപ്പ് കിട്ടുക. ഫോർ എക്സാമ്പിൾ ഫോറിൻ കമ്പനികളിൽ ഒരാൾ ഇവിടെ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് രജിസ്ട്രേഷൻ വഴിയാണ് അവർ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുക. അപ്പം ഈ ഒരു 1 2 3 4 ക്രൈറ്റീരിയാസ് ആണ് നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ളത്. ഒന്നും കൂടി ഉണ്ട്, ഇതിലൊന്ന് കുറവാണ്. ഞാൻ 5 ക്രൈറ്റീരിയ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇൻകോർപ്പറേഷനുണ്ട്. ഇൻകോർപ്പറേഷൻ പിന്നെ തീരെ ആലോചിക്കാനില്ല. നമ്മളൊരു പുതിയ രാജ്യം ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമാണെങ്കിൽ ആക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നേപ്പാൾ ഇനി മുതൽ ഇന്ത്യൻ്റെ ഭാഗമാക്കാൻ പോകുകയെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നേപ്പാളിലുള്ള എല്ലാവർക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിനാണ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. 5 മെത്തേഡും ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി അടുത്തത് നഷ്ടപ്പെടുന്നത് റിനൗൺസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രൈവേഷൻ. ഓക്കെ, ഈ 3 രീതിയിലാണ് നമുക്ക് സിറ്റിസൺഷിപ്പ് നഷ്ടമാകാൻ സാധ്യത ഉള്ളത്. ഓക്കെ, ഈ 3 രീതിയും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ജസ്റ്റ് ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അങ്ങനെ എക്സാമിന് അധികം ചോദിച്ച് കണ്ടിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം കംപ്ലീറ്റ് ആക്കി സക്സസ്ഫുള്ളി. പാർട്ട് 1 ആയിരുന്നു പാർട്ട് 1, പാർട്ട് 2. നമുക്ക് ഈ ആർട്ടിക്കിൾസൊക്കെ നോക്കി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. ആർട്ടിക്കിൾ 1 എന്താണ്? നെയിം, NAF ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. 2 എന്താണ്? നെയിം, അഡ്മിഷൻ. പുതിയൊരു സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ സിക്കിം എക്സാമ്പിൾ പറഞ്ഞു. 2A സിക്കിമിനെ 36th അമെൻമെൻറ്റിൽ എടുത്തതും 36th അമെൻമെൻറ്റ് എന്താ പഠിച്ചു, 35th അമെൻമെൻറ്റ് എന്താ പഠിച്ചു, ഇത് 1975 ആണെന്ന് പഠിച്ചു, ഇത് 1974 ആണെന്ന് പഠിച്ചു. ഓക്കെ, അതൊക്കെ പഠിച്ചത് ഈ ഒരു ഇതിലാണ്. അതല്ലാതെ പിന്നെ അടുത്ത ആർട്ടിക്കിൾ ഏതാ വരുന്നത്? 3rd. ഓക്കെ, അതെന്താ? തെലുങ്കാന. 3-4 തെലുങ്കാന, TT. തെലുങ്കാന എന്താ ചെയ്തത്? നമ്മൾ അഡ്മിഷൻ ആണ് ചെയ്തത്. അഡ്മിഷൻ അല്ല ചെയ്തത്, എന്താണ്? ഫോർമേഷനാണ്, പുതിയൊരു സ്റ്റേറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതാണ് 3rd. പിന്നെ 4 എന്താണ്? ഈ പറഞ്ഞ ആർട്ടിക്കിളിലൊക്കെ മാറ്റം വരുത്തുകയാണെങ്കിൽ ഫസ്റ്റും ഫോർത്തും, ഫസ്റ്റ് രാജ്യസഭ, ഫസ്റ്റും 4th ഷെഡ്യൂളിൽ മാറ്റം വരുത്തണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാർട്ട് 1 സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇനി പാർട്ട് 2. പാർട്ട് 2ലെ ഫസ്റ്റ് ആർട്ടിക്കിൾ ഏതാ? 5 എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ ഒരു നമ്പറാണ്. 5 എന്ന് പറയുമ്പം നമ്മൾ അക്വയറിങ് എ ന്യൂ സ്റ്റേറ്റ്. 6 എന്താ? 5 എന്താ? 5 എന്ന് പറഞ്ഞാൽ തുടക്കം, കമ്മൻസ്മെൻറ്റിൻ്റെ സമയത്ത് സിറ്റിസൺഷിപ്പ് കിട്ടും. 6 എന്താ? 6 7 രണ്ടും പാകിസ്ഥാനാണ്. രണ്ടും പാകിസ്ഥാൻ ഓർത്ത് വെച്ചാൽ മതി. ഇനിയിപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ പാകിസ്ഥാൻ ധോണീൻ്റെ നമ്പറാണ്. അപ്പോൾ പാകിസ്ഥാനിലേക്ക് ഒരാൾ പോവുകയാണെങ്കിൽ അയാൾക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നത്, അതായത് സ്വാതന്ത്ര്യം കിട്ടി ഇതിന് ശേഷം മാർച്ച് 1947 ആണ് ഡേറ്റ് പറയുന്നത്. അതിന് ശേഷം പാകിസ്ഥാനിലേക്ക് ഒരാൾ പോവുകയാണെങ്കിൽ അയാൾക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ. അതായത് ഇന്ത്യ വിഭജിച്ചപ്പം ഒരാൾക്ക് പാകിസ്ഥാനിൻ്റെ കൂടെ താമസിക്കണമെന്ന ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന ഒരാൾ. ഇനി 6 എന്താ? ഇവിടെയുള്ള ഒരാൾ, ഒരു ഇന്ത്യക്കാരന്, അയാൾ പണ്ട് പാകിസ്ഥാനിൽ പോയി റിസൈഡ് ചെയ്ത് പിന്നെ അയാൾക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ത്യ ടു പാകിസ്ഥാൻ, അതാണ് പറയുന്നത്. 8 എന്താ പറയുന്നത്? പാകിസ്ഥാൻ്റെ അപ്പുറത്തേക്ക് ഏതാ വേറെ സ്ഥലങ്ങൾ? ഗൾഫ്, അവിടെ അറേബ്യൻ കൺട്രീസൊക്കെ, അവിടെ ഉള്ളതൊക്കെ ആരാ? NRIകളെ കുറിച്ചിട്ട്. 9th എന്താ പറയുന്നത്? 9th 10th 11th എന്താ പറയുന്നത്? 10th 9th. ഓക്കെ, 9th 10th 11th പഠിക്കാൻ എന്തായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്? 11th നമുക്ക് ലാസ്റ്റായിട്ട് പാർലമെൻറ്റിനെ കുറിച്ച് ഓർത്താൽ മതി. പാർലമെൻറ്റിൽ റെഗുലേറ്റ് ചെയ്യാനുള്ളത് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പാർലമെൻറ്റിൻ്റെ അഭിപ്രായം, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ എന്നും പറഞ്ഞു. 9th 10th എന്തായിരുന്നു പറഞ്ഞിരുന്നത്?
9th 10th സിറ്റിസൺഷിപ്പ് റൈറ്റ് ആണ്. അതായത് പുറത്ത് പോയ ഒരാൾക്ക്, അതായത് UK പോയ ഒരാൾ കണ്ടിന്യൂ, അതായത് അവിടെ പോയിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്ത് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ട്, ഓക്കെ, ഇവിടുത്തെ ടെർമിനേറ്റ് ആയി പോകുന്നതിനെ കുറിച്ചിട്ട്. ഇനി കണ്ടിന്യൂവൻസ് ഓഫ് സിറ്റിസൺഷിപ്പ്, തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആളുടെ ആഗ്രഹം, ഇത് പഠിച്ചു. പിന്നെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1955 പഠിച്ചു. അല്ല, അമെൻമെൻറ്റ് ഇല്ല, സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. CAA വേറെതാണ്. സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 പഠിച്ചു. ഇതുവഴി 5 വഴി നമുക്ക് സിറ്റിസൺഷിപ്പ് എടുക്കാം, 3 വഴി നഷ്ടപ്പെടാം, അതും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടലി പാർട്ട് 1 and 2 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി നമ്മൾ കിടക്കാൻ പോകുന്ന ഭാഗം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കോൺസൈൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതൊരു ക്വസ്റ്റ്യൻ ഇന്ന് കണ്ടിരുന്നു. കോൺസൈൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഏതാണ്? DPSP ആണോ? അല്ല, ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 13, 12 മുതൽ 35 വരെ നീണ്ടു നടക്കുന്ന ആർട്ടിക്കിളാണ്. അതാണ് ഇനി കണ്ടിന്യൂ ചെയ്യാനുള്ളത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.